Hi, good evening all. It's me, Famida Feroz, consultant psychologist. നിങ്ങൾക്കറിയാം, നമ്മുടെ സ്മാർട്ട് ലൈഫ് ഫാമിലി ഗ്രൂപ്പിലുള്ള എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി വെൽക്കം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ടുഗദർ വി ഗ്രോ, പാരൻസ് ആൻഡ് ചിൽഡ്രൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്കറിയാം, നമ്മളെ കുട്ടികൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 1997 മുതൽ 2022 വരെ ജനിച്ച കുട്ടികൾ, ജനറേഷൻ ജിൻസി അഥവാ സെഡ് ജനറേഷൻ എന്നൊക്കെ പറയും അല്ലേ. അതേപോലെ 2013 ശേഷം ആൽഫ ജനറേഷൻ. ഇവരൊക്കെ ഡിജിറ്റൽ വേൾഡിലൂടെ ജീവിക്കുന്ന കുട്ടികളാണ്. നമ്മളെപ്പോലെ പഴയ ആളുകളല്ല. അപ്പോൾ ഈ ഡിജിറ്റൽ വേൾഡിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ വെർച്വൽ വേൾഡിൽ ജീവിക്കുന്ന ഇവരെ നിയന്ത്രിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുള്ളതാണ്. ഇത് ഞാൻ പറയാൻ ഇന്ന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനായാലും ആസ് എ പാരൻ്റ് എന്ന രീതിയിൽ ഞാനായാലും നിങ്ങളായാലും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഞാനായാലും എടുത്തു പറയുന്നു, ഞാൻ വളരെ തുച്ഛമായ വിവരം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അതല്ല. നമ്മളെക്കാളും ഒരുപാട് എല്ലാ അർത്ഥത്തിലും എല്ലാ വിവരങ്ങളും ഉള്ള, നമ്മുടെ കാലത്ത് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളൊരു സ്ഥലത്ത് പോയാൽ മാത്രമേ, ഒരു മൈസൂരാണെങ്കിൽ ആ മൈസൂർ പോയാൽ മാത്രമേ അവിടുത്തെ വിവരങ്ങൾ അറിയുന്നുള്ളൂ. ഇന്നതല്ല. ലോകത്തിൻ്റെ ഏത് കോർണറിലുള്ള ഏത് വിവരവും ഒരു കുട്ടിക്ക് അവൻ്റെ വിരൽ തുമ്പിൽ അറിയുന്നത്. അത് AI ആവാം, AI ക്രിയേഷൻ ആവാം, അല്ലാത്തതാവാം, അതായത് നാളത്തെ ഫ്യൂച്ചർ ആവാം, സ്പേസ് ആവാം, എന്തുമാവാം. എൻ്റെയൊക്കെ ഓർമ്മയിൽ ഒരു സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളെ പ്ലാനറ്റോറിയം സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഇതാണ് ആകാശം, ഇതാണ് പ്ലാനറ്റ്, ഇതാണ് ഇത് എന്ന് പറഞ്ഞ ഒരു ഓർമ്മയായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് അതല്ല. അവരുടെ വിരൽത്തുമ്പിൽ സ്പേസിലുള്ളത് എന്താണ് എല്ലാം, ഒരു ഉദാഹരണം പറഞ്ഞു, ഇങ്ങനെ എല്ലാം അവർക്കറിയാം. ഇത്തരം ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം വളരേണ്ടതുണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഇതിങ്ങനെ പറയാനുള്ള കാരണം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കണ്ട കേസുകളുടെ പ്രാധാന്യമാണ്. അതിലൊരു മോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഒരു മോള് തന്നെ പറയണം, ഒരു മോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാം ഷെയർ ചെയ്യാൻ അങ്ങനെ പറ്റൂലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നാൽ, ഇങ്ങനെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അതൊരു നാണക്കേടല്ലേ എനിക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് പനി വന്നാൽ നീ ഡോക്ടറെ അടുത്ത് കാണിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്. ജലദോഷം വന്നാൽ, ഇനി തലവേദന വന്നാൽ, വയറിളക്കം വന്നാൽ, എന്ത് രോഗത്തിനും നീ കാണിക്കുന്നില്ലേ? ഇതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളെ ശരീരത്തിനല്ല നമ്മുടെ മനസ്സിന് ഒരു പ്രയാസം വന്നാൽ അതിൻ്റെ ഡോക്ടറെ കാണിച്ച് അതിന് ചികിത്സ തേടുക. ചെറുതായിട്ട് കാണിച്ച് ഒരു മരുന്ന് വാങ്ങേണ്ട അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട സമയത്ത് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈഫ് ലോങ് നമ്മളെ പിന്തുടരുന്ന, വേട്ടയാടുന്ന ആ ട്രോമ കൊണ്ട് ജീവിതകാലം മുഴുവൻ ഒരു ഹാപ്പിനെസ് അനുഭവിക്കാതെ, സന്തോഷം അനുഭവിക്കാതെ നമ്മൾ നീണ്ടുപോകുന്ന ഒരു ജീവിതം നമുക്കുണ്ടാവും. അത് എല്ലാവരിലുമല്ല, കുറഞ്ഞ വ്യക്തികളിലെങ്കിലും, അത് 50% ആളുകളിലെങ്കിലും അത് അനുഭവിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു കേസ്. അവരെന്നോട് പറഞ്ഞത്, അതൊരു പാരൻ്റായിരുന്നു. അവരെന്നോട് പറഞ്ഞത്, ഇപ്പോഴും എൻ്റെ കുട്ടികളെ എനിക്ക് എവിടെയും വിടാൻ പറ്റുന്നില്ല. അവരെ ഞാനിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ട് നടക്കുകയാണ്. അതായത് അവർക്ക് ഫോൺ കൊടുക്കില്ല, അവരെ എവിടെയും പോകാൻ വിടില്ല, അവരൊന്നും ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് അവരെ ഞാൻ ലൈഫിൽ കൊണ്ടുപോകുന്നത്. എന്നിട്ടും എൻ്റെ കുട്ടിക്ക് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുട്ടീനെ കാണുന്നതിന് മുമ്പ് ആ പാരൻറ്റിനെ ഒന്ന് കാണാൻ ശ്രമിച്ചു. അപ്പോഴാണ് മനസ്സിലായത്, ആ പാരൻറ്റിന് ചെറുപ്പത്തിൽ എവിടെയോ ഒരു ലവ് പ്രോബ്ലം ഉണ്ടാവുകയും അവിടെ ഒരു വലിയ ബ്ലോക്ക് ഉണ്ടാവുകയും ആ ലൈഫിൽ അവർ അനുഭവിക്കേണ്ട ഏറ്റവും വലിയ പ്രയാസം ആ സമയത്ത് അനുഭവിക്കുകയും ചെയ്തു. ആ ട്രോമ പല ആളുകളിൽ നിന്നും കിട്ടിയ പല വാക്കുകളും പല പ്രവർത്തനങ്ങളും അത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ വരെ കിട്ടിയത് കൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ അവരുടെ കുട്ടികളിലേക്ക് വരുമോ എന്ന് ആലോചിച്ചിട്ട് അവർ ഇപ്പോഴും അവരുടെ ജീവിതത്തിൽ ഇപ്പോഴും ആ ട്രോമ കൊണ്ടാണ് അവർ നടക്കുന്നത്.
ഞാനിന്ന് ഇത് സംസാരിക്കുന്ന സമയത്ത് കഴിഞ്ഞ 2-3 ആഴ്ചകളിലായിട്ട് ഞാൻ കണ്ട കേസുകൾ എല്ലാം തന്നെയും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സൂയിസൈഡൽ ടെൻഡൻസി അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാൻ തോന്നി എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ടാബ്ലറ്റ് കഴിച്ചു, അത് കഴിച്ചു, അല്ലെ വണ്ടീൻ്റെ മുമ്പിൽ പോയി നിൽക്കുക. ഏകദേശം 15 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഇടയിലാണ് ഇത് കണ്ടുവരുന്നത്. വളരെയധികം കൂടുതലാണ്. എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അത് സംഭവിച്ചു പോയിരുന്നെങ്കിൽ ആ പാരൻറ്റിനെ കൊണ്ടുവരാനോ കുട്ടിയെ തിരുത്താനോ പറ്റില്ല. അപ്പോൾ നമ്മളെ കുട്ടികളിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതൊരു നിസ്സാരമാക്കി കണക്കാക്കരുതെന്ന് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. കാരണം ഈ വെർച്വൽ ബന്ധങ്ങളിൽ മുഴുകുന്ന കുട്ടികളാണ് നമ്മളെ കുട്ടികൾ മുഴുവനും. അതുകൊണ്ട് തന്നെ ബുദ്ധി, നമ്മുടെ തലച്ചോറിലുള്ള നമ്മുടെ ബുദ്ധി എന്ന് പറയുന്ന സാധനം, IQ ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് എന്ന് പറയുന്നത് പോലെ ഉള്ള സാധനമല്ല ഇന്ന് കൂടുതലും കുട്ടികൾക്ക്. അത് എല്ലാവർക്കും ഉണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതുണ്ടായിട്ടും ഇമോഷണൽ IQ, അത് കോഷ്യൻ്റ് അഥവാ വൈകാരിക തരത്തിലുള്ള ബുദ്ധി അത് വളരെ കുറവാണ്. അതായത് വളരെ സെൻസിറ്റീവാണ് ഇന്ന് കുട്ടികൾ. ഈ വെർച്വൽ വേൾഡിൽ, അതായത് സോഷ്യൽ മീഡിയയിലും ഡിജിറ്റൽ വേൾഡിൽ ജീവിക്കുന്ന ആളുകൾ ആയതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഗ്രൗണ്ടിൽ കളിച്ചിരുന്ന കളി അല്ലെങ്കിൽ 5-6 കുട്ടികൾ കൂടി എവിടെയെങ്കിലും വീടുകളിൽ ഒരു പേപ്പറും ബുക്കും എടുത്ത് കളിച്ചുകൊണ്ടിരുന്ന ലുഡോ പോലും ഇന്ന് വീടുകളിൽ കളിക്കുന്നത് ഒരു മൊബൈൽ എടുത്തിട്ടാണ്. അപ്പോഴും അവരുടെ സ്ക്രീനിങ് വെച്ചിട്ടാണ് കളിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടുന്ന് മറ്റൊരു രാജ്യത്തുള്ള ആളുമായിട്ടാണ് ലുഡോ കളിക്കുന്നത്. ഇത്തരമൊരു ലോകത്ത് ജീവിക്കുമ്പോൾ ഡിജിറ്റലിൻ്റെ ഒരു സവിശേഷതയാണെങ്കിൽ പോലും ഇതിൻ്റെ കുറേ അധികം നമ്മളെ ദുർബലപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ സാമൂഹികമായിട്ടുള്ള കഴിവുകളുടെ തകർച്ച, നമ്മുടെ ഇമോഷണലായിട്ട് നമ്മളെ ചിന്തിക്കാനുള്ള കഴിവ്, ആളുകളോടുള്ള ബന്ധത്തെ, പണ്ട് അടികൂടിയും കുറേ ചീത്ത കിട്ടിയും പ്രവർത്തിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിട്ടി ഇമോഷണലി ഒരു സ്റ്റേബിളായിരുന്ന ആളുകൾ ഇന്ന് സോഷ്യൽ മീഡിയത്തിൻ്റെ ലോകത്ത് നിൽക്കുമ്പോൾ, എല്ലാം ഹാപ്പിനെസ്സിനെ കാണുമ്പോൾ എനിക്കൊന്നുമില്ല എന്ന തിരിച്ചറിവുണ്ടാവുകയും അവർക്ക് ജീവിക്കേണ്ട, ഈ ലോകത്തൊന്നും കിട്ടാതെ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് തോന്നലുണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരം ഒരു ലോകത്ത് വരുന്ന സമയത്ത് നമ്മുടെ കുട്ടികളിലെ കംഫർട്ട് സോണിലിടാനും അവരെ ആശയവിനിമയത്തിലൂടെ അവരെ ദുർബലപ്പെട്ട സെൻസിറ്റീവ്, എന്നോടൊരു മോള് പറഞ്ഞത്, ഞാൻ വളരെ സെൻസിറ്റീവാണ്, എന്നെ ചെറുതായിട്ട് കളിയാക്കിയാൽ പോലും എനിക്ക് പറ്റില്ല, എനിക്ക് നിൽക്കാൻ കഴിയില്ല, സഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് അവരോട് മിണ്ടാൻ പറ്റുന്നില്ല, എനിക്ക് ആരോടും ഭക്ഷണം വേണ്ട, പിന്നെ ഞാൻ വളരെയധികം എന്തിന് എന്ന ചിന്ത മനസ്സിൽ വരികയാണ്. പിന്നീട് എനിക്ക് നടക്കുമ്പോഴും ചിന്തിക്കുമ്പോഴൊക്കെ അവരെന്നോട് പറഞ്ഞതോ അല്ലെ ചെയ്തതോ അല്ലെ അവർ വേറെന്തോ ആലോചിച്ച് ചിരിച്ചാൽ പോലും എനിക്ക് എന്നെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ കുട്ടികളെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ അവരെ മനസ്സിലാക്കാനും അവർക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കാനും നമുക്ക് പറ്റണം. അവരുടെ ഓരോ ദിനചര്യയും നമുക്ക് മനസ്സിലാവണം. കുട്ടിയുടെ ഉറക്കം മുതൽ നമ്മൾ പറയുന്ന വാക്കുകൾ പോലും അവരെ വേദനിപ്പിക്കും എന്ന് മനസ്സിലാവും. അതൊരു മറ്റൊരു വ്യക്തിത്വമാണ്, അവരത് വേദനിപ്പിക്കും, അവരോട് ഞാൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ഇത് ഓരോ അർത്ഥത്തിലും മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ കുട്ടിയെ അവരെ റെസ്പെക്റ്റ് കൊടുത്ത് അവരെ മനസ്സിലാക്കി അവരെ അംഗീകരിച്ച് ചേർത്ത് പിടിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, നമ്മൾ കുട്ടികളോടൊപ്പം തന്നെ വളരുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലുത്. അതായത് കുട്ടികളെ ഈ ജനറേഷനിലുള്ള കുട്ടികളാണെന്ന് മനസ്സിലാക്കി, അതായത് ആൽഫ ജനറേഷനാണ്, അവരുടെ ഇമോഷൻ, അവരുടെ വൈകാരിക തലം വളരെ കുറവാണെന്ന് മനസ്സിലാക്കി ആ അർത്ഥത്തിൽ കുട്ടികളോട് പെരുമാറാനും ഈ ലോകത്ത് എന്താണ് നടക്കുന്നത് അവരറിയുന്ന പോലെ നമ്മളും അറിയാൻ ശ്രമിക്കുകയും, അല്ലെങ്കിൽ അവർ കാണുന്നത് അവർ പ്രവർത്തിക്കുന്നത് എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മൾ 2 കണ്ണും തുറന്നുകൊണ്ട് തന്നെ നമ്മളെ കുട്ടിയെ കാണാനും മനസ്സിലാക്കാനും ശ്രദ്ധിക്കുക. കാണുമെന്ന് പറയുമ്പോൾ അവരെ കണ്ണുകളിൽ വരുന്ന ചെറിയ മാറ്റം പോലും, അവരുടെ ബിഹേവിയറിൽ വരുന്ന ചെറിയ മാറ്റം പോലും നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. കാരണം ഒരു കുട്ടിൻ്റെ കണ്ണ് വളരെ ചെറുതായിട്ടാണ് 2 ദിവസം കാണുന്നതെങ്കിൽ നമ്മൾ ആ കുട്ടി രാത്രി ഉറങ്ങുന്നുണ്ടോ എന്ന് നമ്മൾ അറിയണം, നമ്മൾ ഒബ്സർവ് ചെയ്യണം.
ഒരു കുട്ടി ഫുഡ് കഴിക്കുന്നില്ല 2 ദിവസം, വിശപ്പില്ലാത്ത വേറെ എന്ത്, ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ റുട്ടീൻ എന്താണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ആ കുട്ടി വേറെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ, വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, എന്താണ് ആ കുട്ടിക്ക് ടയർഡ്നെസ് വരാൻ, റുട്ടീനായിട്ട് ലൈഫ് എന്താണെന്ന് നമ്മളൊന്ന് നോക്കണം. അതേപോലെ എന്നിട്ട് വേണം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിക്കാൻ. അപ്പോൾ അത് നേരത്തെ തന്നെ ചെയ്യേണ്ടെന്നല്ല കേട്ടോ പറയുന്നതിൻ്റെ അർത്ഥം. നമ്മളെപ്പോഴും 2 കണ്ണ് തുറന്ന് നമ്മുടെ കുട്ടികളെ വാക്കുകളും പ്രവൃത്തിയും ശരീരവും എല്ലാം, ഉറക്കും ഭക്ഷണ രീതിയും എല്ലാം 2 കണ്ണ് തുറന്ന് തന്നെ കാണണം. അങ്ങനെ നോക്കിയാൽ മാത്രമേ നമുക്ക് ഇന്നത്തെ കുട്ടികളെ നമ്മൾക്ക് ഒതുങ്ങിയ കുട്ടികളായിട്ട് കിട്ടുള്ളൂ. അവരിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ, നമ്മളെ കാലത്ത് നമുക്ക് കിട്ടിയത് എല്ലാവരും പറയുന്ന പോലെ എന്നെ എൻ്റെ പേരൻ്റ് തച്ചാ പഠിപ്പിച്ചത്, ഞാൻ നന്നായില്ലേ എൻ്റെ കുട്ടികളെയും അങ്ങനെ ഞാൻ പഠിപ്പിച്ചോളാം എന്ന് പറയും. അങ്ങനെ വേണം എന്ന് ഞാൻ പറയില്ല. കാരണം അവരെ കണ്ടുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട്, തെറ്റ് പറ്റിയാലും ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ മാത്രമേ അവരായി ജീവിക്കുള്ളൂ. മറ്റത് പേടിച്ചാണ് ജീവിക്കുക. പേടി വേണ്ട എന്നൊന്നല്ല അർത്ഥം കേട്ടോ. ഈ ആൽഫ ജനറേഷനിലുള്ള കുട്ടികൾക്ക് ചെറുതായിട്ട് പേടിപ്പിക്കുമ്പോൾ പോലും അവർക്ക് അവരല്ലാതെ മാറി ഡിപ്രഷനിലോട്ട് പോലും പോവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാനൊരു മോനെ കണ്ടു. അവൻ പറഞ്ഞത്, ഞാൻ ബൈക്ക് സ്പീഡിൽ ഓടിക്കുന്നു, അവന് ദേഷ്യം വരുമ്പോൾ സ്പീഡിൽ ഓടിക്കും, വണ്ടിയൊക്കെ തട്ടിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചാണ് ഓടിക്കുന്നത്. അപ്പോൾ ലൈസൻസ് ഇല്ലാത്ത കുട്ടിയാണ്, എന്നാൽ പോലും ബൈക്ക്, പക്ഷേ പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല. ഇങ്ങനെ പോകുന്ന മക്കളാണ് നമുക്കൊക്കെ ഉള്ളത്. നമ്മൾ പറയുന്ന വാക്കുകളും, ആണായാലും പെണ്ണായാലും ഇന്ന് വണ്ടി ഓടിക്കാത്തവരൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അശ്രദ്ധ കൊണ്ട് പറ്റുന്നതല്ല ഇതൊന്നും, അല്ലേ? അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നമ്മുടെ കുട്ടികളെ കണ്ണ് തുറന്നുകൊണ്ട് മനസ്സും തുറന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് എല്ലാ ഇമോഷനെയും മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് വൈകാരിക തരത്തിൽ സ്ട്രോങ് ആക്കിക്കൊണ്ട് നമുക്ക് അവരെ ചേർത്ത് പിടിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.